അസ്സലാമലൈക്കും. ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു പോത്തിന്റെ ആട്ടിന്റെ പോത്തോ കുട്ടനോ എന്തെങ്കിലും ആട്ടെ ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നില്ല കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് സാധാരണ എല്ലാവരും ഇറക്കിയിട്ട് ഇറച്ചി മാത്രമാണ് ചെയ്യാറ്. പക്ഷെ ഇത് അങ്ങനെയല്ല, വെറും ആട്ടിന്റെ തല എങ്ങനെ ഉണ്ടാക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ ആദ്യം 1 കിലോ ഉപ്പ് എന്ത് ചെയ്യാ, 1 കിലോ പൊടിയുപ്പ് നന്നായിട്ട് എന്ത് ചെയ്യുമ്പോൾ തേച്ച് പിടിപ്പിക്കണം. മനസ്സിലാ, തിരിച്ചും മറിച്ചിട്ട് നല്ല തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യാ, 1 മണിക്കൂർ വെക്കണം. ശേഷം വെള്ളം കുടിച്ചേക്കണം കേട്ടാ. 1 മണിക്കൂർ വെച്ചതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാല് നന്നായിട്ട് കഴുകിയെടുക്കുക. അതായത് ആദ്യം ഉപ്പിന് വെക്കും അല്ലെ. ഉപ്പ് കൂടി പോകുന്നുള്ള ഒരു പ്രശ്നം വിചാരിക്കണം കേട്ടോ. ഉപ്പൊന്നും കൂടുന്നില്ല, അടിപൊളി. ഉപ്പ് ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ പോകും. ഞാൻ ഇതിന് പിന്നെ ആദ്യം ഉണ്ടാക്കും ഫുള്ളാണ്. അപ്പൊ ഇത് വേറെ മുളകാണ്, നമ്മൾ മലയാളിക്ക് ഉണ്ടാക്കുന്നതാണ്. അറിയപ്പെടണം. അതോ കുറച്ച് വെള്ളം കൂടി തേക്കണം, എന്നാലും ഉള്ളിൽ പോവും ഉപ്പ്. അപ്പൊ നന്നായിട്ട് കഴിക്കാൻ എന്തായി, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിയാൽ നല്ല സൂപ്പറായി. 1 മണിക്കൂർ ഉപ്പിട്ട് തേച്ച് വെച്ച് നന്നായിട്ട് കഴിഞ്ഞ ശേഷം എന്ന് വെച്ചാൽ ആദ്യം വിനീഗർ ഇങ്ങനെ എന്ത് ചെയ്യാം, വിനീഗർ വെച്ച് കൊടുക്കാം. തിരിച്ച് മാറ്റി വന്നോ. ഇത് സാധാരണ നാട്ടിലുണ്ടാകുന്ന വെച്ചാൽ എല്ലി ഇറക്കിയിട്ടാണ്, എല്ലാം പോയി കഴിക്കലും ഇറക്കി മാത്രമേ അത് കുറച്ചേ ഉണ്ടാവും. ഇത് ഇവിടെ ഇങ്ങനെയാണ് കിട്ടിയത്. ഇതിപ്പോ എല്ലാവർക്കും ഒന്നും സമയമൊന്നുമില്ല, ഇങ്ങനെ ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കഴിയാൻ ഇതെന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മള് വിനീഗർ ഇട്ടും തടുക ഒട്ടാകെ. ഇതെന്ത് ചെയ്യാ, ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സിമ്പിൾ മസാലയാണ്. സിമ്പിൾ മസാല ഇറച്ചിക്ക് അതിന്റെ ടേസ്റ്റ് ഉണ്ടാവും, മസാലയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. ആവശ്യത്തിന് ഉപ്പ് ഇതിൽ പിടിച്ചിട്ടുണ്ട്. കാരണം 1 കിലോ ഉപ്പാണ് ഇട്ടത്. 1 കിലോ ഉപ്പ് ഇട്ട് തേച്ച് വെച്ച് 1 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞിട്ട് ഇതെന്ത് ചെയ്യാ, ഒന്ന് സാഫ്രാൻ കലക്കിയത്. സാഫ്രാൻ്റെ അതിൽ ചേർത്തതെന്ന് വെച്ചാൽ റോസ് വാട്ടറും സാഫ്രാൻ ഒന്ന് ഫ്രൈ പാനിൽ ഇടണം. ഫ്രൈ പാനിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എന്ത് ചെയ്യാ, ഫ്രൈ പാനിൽ ഇടുക. ഫ്രൈ പാൻ ഇട്ടിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ലോണം കൈ കൊണ്ട് നല്ലോണം പൊടിച്ചെടുക്കുക. അപ്പൊ ഇതിന്റെ ഒറിജിനൽ മസാല എന്ന് പറഞ്ഞാൽ ജീരകം വറുത്ത് പൊടിച്ചത് കുറച്ച്, അതേപോലെ തന്നെ കുറച്ച് സാഫ്രാൻ പൊടിച്ചത്, പിന്നെ വെള്ളക്കുരുമുളകിന്റെ പൊടി, പിന്നെ ഏലക്കയുടെ പൊടി. അപ്പൊ ഇനി ഇതിൽ ഞാൻ ചേർത്തത് വെള്ളക്കുരുമുളകിന്റെ പൊടിയല്ല, ഇതിൽ ചേർക്കുന്നത് മുളക് പൊടിയാണ്, ഏശിടുന്നത്. ഇതെന്ത് ചെയ്യണം വെച്ചാല് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മാറ്റണം. അപ്പൊ ഇതെന്ത് ചെയ്യാൻ വെച്ചാൽ ഒന്ന് തിരിച്ചു വെക്കണം. ഇവിടെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം ട്രെയിൻ്റെ അകത്ത് അലൂമിനിയം ഫോയിൽ പിന്നെ വിരിച്ചതിന് ശേഷം എന്ത് ചെയ്ത് പിന്നെ ബട്ടർ പേപ്പർ വിരിച്ചു. ഇതിൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് അറിയാം, കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒട്ടിപ്പിടിച്ചു പോകില്ല, പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളെ പരിപാടി കഴിഞ്ഞ് സിമ്പിൾ മസാലയാണ് ഇങ്ങനെ സംഭവം. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഓവൻ നല്ലതായിട്ട് ചൂടാക്കുക, ഫുൾ തീയിൽ വെക്കുക. അപ്പൊ 4-5 അടുപ്പ് മുകളിലുള്ള ഓവൻ്റെ അകത്താണ് ഇത് വെക്കുന്നത്. സ്റ്റീം ഓവൻ്റെ അകത്തല്ല. സ്റ്റീം ഓവൻ 2 മണിക്കൂർ കൊണ്ട് പ്രളാന്ന സംഭവമാവും. പക്ഷേ ഇത് സാധാ ഓവനിൽ വെക്കുന്നത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കണം അടിയിൽ. അതുപോലെ ഇതിങ്ങനെ പൊന്തിച്ചിട്ട് എന്ത് ചെയ്യണം, അതിന്റെ അടിയിൽ വെള്ളം വെച്ച് കൊടുക്കണം. ഇത് നമ്മൾ 2 മണിക്കൂർ ഫുൾ തീയിൽ വെക്കുക. ഇനി എന്ത് ചെയ്യുക, തീയിൽ വെച്ചതിന് ശേഷം പിന്നെ ചെറിയ തീയാക്കി വെക്കുക. ചെറിയ തീയാക്കി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ സാവകാശം ബന്ധോട്ടെ. അപ്പോ നല്ല പൊളിഞ്ഞു പോരും സാധനം. അപ്പോ ഇനി നമ്മൾ ഓവനിലേക്ക് കയറ്റാൻ പോവാണ്. അലൂമിനിയം ഫോയിൽ പൊതിയണം നന്നായിട്ട്. അലൂമിനിയം ഫോയിൽ പൊതിയുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യണോ, ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ മേലെ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ എന്ത് ചെയ്യും, അലൂമിനിയം ഫോയിൽ കുടിക്കും. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അലൂമിനിയം ഫോയിൽ കൊണ്ട് നല്ലോണം കവർ ചെയ്തിട്ട് ഓവനിൽ കയറ്റുക. ഇനി പറയുന്നത് വെച്ചാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാ, നാട്ടിൽ നിന്ന് ഇത് എല്ലാം ഒക്കെയിട്ടാണെങ്കിലും കിട്ടുക. എല്ലാം ഒഴിവാക്കിയിട്ട് ഇറച്ചി മാത്രമേ കിട്ടുക. അത് കുറച്ചേ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ലൊരു പാത്രം എടുക്കുക, കട്ടിയുള്ള പാത്രം, നല്ല സ്റ്റീലിന്റെ കട്ടിയുള്ള പാത്രം, അല്ല അലൂമിനിയത്തിന്റെ നല്ല കട്ടിയുള്ള പാത്രം എടുത്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടിയിൽ ഇല വിരിക്കുക.
എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 10 കിലോ ഉപ്പ് ഇടുക. കല്ലുപ്പോ പൊടിയുപ്പോ എന്തിട്ടറിയില്ല. എന്നിട്ട് അതിന്റെ മുകളിൽ പിന്നെ ഇല വെക്കുക. എന്നിട്ട് അടുപ്പത്ത് കാറ്റുക. അടുപ്പത്ത് കാറ്റിന് എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മള് ഈ സാധനം ഇലേന്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ചെറിയ തീയിലങ്ങനെ വീണാണെങ്കിൽ നല്ല ഓവനിൽ വെച്ചതുപോലെ തന്നെ നമുക്ക് കിട്ടും. ചെമ്പ് കട്ടി കുറഞ്ഞാൽ ചെമ്പ് എന്ത് ചെയ്യുമോ അടി പൊട്ടിപ്പോവും. അങ്ങനെ ഉപ്പാന്നല്ലോ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനിയിപ്പോ കഴിഞ്ഞിട്ട് ഒന്ന് ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. അപ്പൊ അലുമിനിയം പോലെ കവർ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യാ, ഈ ഒരു ലിറ്റർ വെള്ളം എന്ത് ചെയ്യാൻ അതിന്റെ അടിയിൽ ഒഴിച്ചു കൊടുക്കുക. അധികം ഒഴിക്കണ്ട, 1 ലിറ്റർ ഉണ്ട്. ഈ വെള്ളം മതിയാവും. ഇനി എന്ത് ചെയ്യാച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുക ഓവന്റെ ഏറ്റവും അടിയിൽ. അപ്പൊ എന്ത് ചെയ്യാച്ചാൽ സ്റ്റീമായിട്ട് മാറും. സംഭവം മനസ്സിലായില്ല. ഇത് ഒരു ചെറിയ സ്റ്റീൽ പാത്രമാണ്. സ്റ്റീൽ പാത്രത്തിൽ എന്ത് ചെയ്യുക, നിറച്ചും വെള്ളം വെച്ചിട്ട് ഓവന്റെ അടിയിൽ തള്ളി കൊടുത്താണ്. അപ്പൊ ഇതെന്താവില്ല, നല്ലോണം ചൂടാകുന്ന സമയത്ത് ഇതിന്റെ ആവി വരും. ആവി വരുന്നതിന് ഇത് എന്ത് ചെയ്യും, നല്ല സ്റ്റീമായിട്ട് മാറും. തല ആയി കഴിഞ്ഞു. അടിപൊളിയാണ് സംഭവം. ഇതാ ഇനി കണ്ടില്ല എന്ന് പറഞ്ഞത് ഇതാ ഇത് നാണ്. ഇനി വേണമെങ്കിൽ സാമ്പിൾ കാണിച്ചു തരാം. ഓ മാഷാല്ലാ 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 മാഷാല്ലാ. കണ്ടാ എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പൊളിപോയി. എന്താ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ എന്താ ആവുമെന്ന് വെച്ചാല് നല്ല ഇറച്ചീന്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ മസാലേന്റെ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വെക്കുന്നു. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണോ, കാണുമ്പോൾ ലൈക്കും ഷെയറും എല്ലാം ചെയ്തോളി. അടിപൊളി സാധനം നോക്കിയൊക്കെ. സൂപ്പർ.